നീതുവാണ് പിന്നെ നീതുവാണ് പിന്നെ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ സാനോ സാറ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. നമ്മളെല്ലാവരും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയപ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ട്. റിസോർട്ടുകളൊക്കെ തുറന്ന് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വയനാട് ദുരന്തത്തിൽ ഇതിനകം 352 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. 280 ആളുകളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഇന്നിത് 6ാം ദിവസവും തിരച്ചിലാണ്. ആ ഒരു ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ ഒരു ചുംബനം പോലും കൊടുക്കാൻ കഴിയാതെ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ചയാണ്. അതിനിടയ്ക്ക് ഒരിക്കലും നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത, മലയാളികൾക്ക് അപമാനമാകുന്ന വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. അവിടുത്തെ തകർന്നുപോയ വീടുകളിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിക്കാം. ഒരു മനുഷ്യൻക്ക് എങ്ങനെയാണ് ഈ ദുരന്തം നടന്നൊരു സമയത്ത് ഇത്രയും വലിയ ദുരന്തമാവാൻ കഴിയാം? അവിടെയുള്ള ഓരോ ആളുകളും പരാതിപ്പെടാണ്. ഒരു രക്ഷാപ്രവർത്തകൻ പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് സ്വർണവും പണവും ഒക്കെ ഞങ്ങളൊരു ഭാഗത്ത് വെച്ചിരുന്നു, ഇപ്പൊ കാണാനില്ല എന്നുള്ളത്. നമ്മൾ ഈ ഒരു വിസാൽ മീഡിയയുടെ തുടക്കത്തിൽ, അതായത് ഈ ഒരു ദുരന്തം നടന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തിരുന്നു. ഒരാൾ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 10-60 പവൻ സ്വർണങ്ങൾ പോയി, ലക്ഷങ്ങളുടെ കാശുണ്ടായിരുന്നു, ഇതൊക്കെ രക്ഷാപ്രവർത്തകരെന്ന് പറഞ്ഞ് വേഷം കെട്ടി വന്ന ആളുകൾ എടുത്തുകൊണ്ട് പോയിന്ന്. ഇതാ ഈ ഒരു സഹോദരൻ പറയുന്ന വാക്കുകൾ നോക്ക്. അയാളുടെ വീട്ടിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അയാൾ മലമുകളിലുള്ള കുടുംബത്തിലെ മറ്റൊരു വീടിലേക്ക് മാറി താമസിച്ചു. ആ വീട്ടിൽ 2 പൂച്ചയുണ്ട്. എന്നും വന്നിട്ട് ആ പൂച്ചക്ക് വന്ന് ഫുഡ് കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, വീടൊക്കെ കുത്തി തുറന്നിട്ട് വീട്ടിലെ പണവും സ്വർണവും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടേക്കാണ്. ഇങ്ങനെ ഒരുപാട് രക്ഷാപ്രവർത്തകരാണെന്ന് പറഞ്ഞ് അവിടെ വരുന്ന ആളുകൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മലയാളി ഇങ്ങനെ ആവും, 100% ആവും. പല സ്ഥലങ്ങളിലും വാഹനാപകടങ്ങൾ നടന്നാലും അവിടെ നിന്നൊക്കെ ആളുകളുടെ പണവും പൾസും അതേപോലെ മൊബൈലും വാച്ചും ഒക്കെ മോഷ്ടിക്കുന്ന ആളുകൾ, അങ്ങനത്തെ കുറച്ച് ദുരന്തങ്ങളുണ്ട്. അത് ഈ വയനാട് രക്ഷാപ്രവർത്തകരുടെ വേഷത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടും ആളുകളെ മാത്രമേ ഉള്ളിലേക്ക് കടത്തുന്നുള്ളൂ. അത് സംഘങ്ങളായാലും ഒറ്റക്കൊറ്റക്ക് വന്നാലും. ഏതായാലും ഉള്ളു പൊള്ളുന്ന അനുഭവമാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് എൻ്റെ ഏട്ടനാണ്. ഈ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അവിടെ നിന്ന് മാറി താമസിച്ചു. ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഒന്നും ഇട്ടെടുത്തില്ല, വീട് ലോക്കാക്കി പോയതാണ്. ഇപ്പോൾ വീട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ട്. മിഞ്ഞാന്ന് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റിസോർട്ട് ഓടിയതാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിസോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കണേ. അപ്പോൾ നമ്മളാരും ഇപ്പോൾ വീടും കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പല ആളുകളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ ഓരോരോ വീടുകൾ കയറി നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയപ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ട്. റിസോർട്ടുകളൊക്കെ തുറന്ന് അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുറത്തുള്ള ആളുകളാണ് ഇങ്ങോട്ട് കൂടുതലും വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഞങ്ങളെ നാട്ടുകാരും ഇങ്ങോട്ട് വിടുന്ന പോലും ഇല്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇന്നൊക്കെ വരാൻ കഴിയുന്നുണ്ട്. ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തല്ല, നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു 5% ആളുകൾ കള്ളന്മാരായിട്ടുള്ളവർ തന്നെ അവിടെ ഉണ്ട്. അവരുടെ ഉദ്ദേശം വേറെയാണ്, രക്ഷാപ്രവർത്തനം വേറെയൊന്നുമല്ല. ഇതുകൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ ഞങ്ങളെ സഹായിക്കാൻ വന്ന ആളുകൾക്ക് പോലും മൈനസ് ആണ് ഇവരെ പോലത്തെ കള്ളനാണയങ്ങൾ. അവർക്ക് പിന്നെ രക്ഷാപ്രവർത്തനം അല്ല മെയിൻ. അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. നടന്നു ഇവിടുന്ന് കുട്ടികളൊക്കെ രക്ഷിച്ച് 3 പേര് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മരിച്ചുപോയി. താഴത്ത് വീടുണ്ടായിരുന്നു. ഒരു 40 ദിവസമായ ഒരു പ്രായമുള്ള ഒരു കുഞ്ഞും അതിന്റെ തള്ളയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയത്. പിന്നെ ഇവിടെ ഒരു 100-100 പേരോളം നമ്മൾ വീടുകളൊക്കെ രക്ഷപ്പെടുത്തി. അപ്പൊ നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല. അത് മിസ്സായതുകൊണ്ട് നമ്മൾ മോന്റെ വീടിന്റെ ഇവിടെ അവിടേക്ക് പോയി. അവിടുത്തെ താമസം. അപ്പൊ ഞാനിപ്പോ ഒരു 2 പൂച്ചയുള്ള കാരണം അവർക്ക് 3 നേരവും ഭക്ഷണം, നമ്മളെ കുഞ്ഞുങ്ങളെ പോലുള്ള ആണല്ലോ. അപ്പൊ അവർക്ക് 3 നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചക്കും രാവിലെയും കൊടുത്തു. അപ്പൊ വൈകുന്നേരം ഞാൻ ഒരു വഴിക്ക് പോകാണ്ട്, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ 1 മണിക്കൂർ മുമ്പ് വന്നു. ഒരു 1:30-2 മണിക്കായിട്ട് ഞാൻ വന്നതാ. വന്ന് ഭക്ഷണം കൊടുത്ത് പോയി ലോക്ക് ചെയ്ത് പോയതാ. ഇപ്പൊ ഞാൻ വീണ്ടും വന്നപ്പോണ്ട് വാതില് തുറന്നു കിടക്കുന്നത്. ഇത് ഈ മനുഷ്യന്റെ മാത്രം അനുഭവമല്ല കേട്ടോ, ഒരുപാട് കേസുകളാണ്. കാരണം ഇതൊരു യുദ്ധസമാനമായിട്ട് കിടക്കല്ലേ, ആർക്കും എന്ത് എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഓൻ്റെ ഒക്കെ ഒരു മനസ്ഥിതി ആലോചിച്ചോക്ക്. ഇവിടെ രക്ഷാപ്രവർത്തകരെ കൊണ്ട് നടക്കാൻ വയ്യ. പലരും വരുന്ന രക്ഷാപ്രവർത്തനത്തിനല്ല, ഡിസാസ്റ്റർ ടൂറിസമാണ്. ഈ ദുരന്ത മേഖലയൊന്നും ഇങ്ങനെ കാണുക, ഞാനും പോയി കണ്ട് എന്നിട്ട് അവിടെ ഇങ്ങനെ തിരക്കുണ്ടാക്കുക. ഇപ്പതാ അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, സന്നദ്ധ സംഘടനകളും സന്നദ്ധ സേവകരായ ആളുകൾ, അതേപോലെ സർക്കാർ സംവിധാനങ്ങൾ, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് അവിടെ ആളുകളെ രക്ഷിച്ചത്.
അവിടെയുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്നിട്ട് ഇന്നലെ നാദാപുരത്ത് നിന്ന് വന്ന വൈറ്റ് ഗാർഡിന്റെ ആളുകൾ അവിടുത്തെ 8,000-ഓളം വരുന്ന ഈ രക്ഷാപ്രവർത്തകർക്കും അതേപോലെ സൈന്യത്തിനും പോലീസിനും ഒക്കെ ഫുഡ് കൊടുത്തിരുന്നു. ആ ഫുഡ്, നിങ്ങളുടെ ഫുഡിന് ഇവിടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്, DIG പറഞ്ഞത്. കണ്ണീരോടെ അവരൊരു പോസ്റ്റർ ഇറക്കി. നിങ്ങളുടെ ഈ അവസാന തെരച്ചിൽ വരെയും ഇവിടുത്തെ സന്നദ്ധ സേവകർക്കും ആളുകൾക്കും ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി കൊണ്ടുവന്നതാണ്, പക്ഷേ DIG സമ്മതിക്കുന്നില്ല, ഞങ്ങൾ വിട പറയുകയാണെന്നല്ലേ. ഒറ്റ കാരണമേ ഉള്ളൂ, അത് വൈറ്റ് ഗാർഡ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അവർ ചെയ്യണ്ട. ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള വൈറ്റ് ഗാർഡിന്റെ ഈ ഒരു സാമൂഹ്യ സേവനത്തിനെതിരെ വളരെ മോശം ഭാഷയിലാണ് DIG പ്രതികരിച്ചത്. അതിന്റെ ആ ഒരു ഭക്ഷണത്തിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ പറയും എന്താണ് സംഭവം എന്നുള്ളത്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാരവിക്ഷുബ്ധനായി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ, ഈ നാട്ടുകാരനാണ്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട്. അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും പോലീസ് ഞങ്ങളെ തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG ആയിട്ടാണ് സംസാരിച്ചത്, DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട്, അതുപോലെ തന്നെ സേനകളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം, നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല, ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല, ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്, ഇവിടെ ഇപ്പോൾ JCB ആണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ്. അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്ത ലോകം മുഴുവനും കണ്ട സംഗതിയാണ്. 280-ലധികം ആളുകളെ ഇനി കണ്ടെത്താം. അപ്പം ഇന്നിതാ അരൂരിൽ നമ്മുടെ അർജുനു വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ ഒരു തെരച്ചിൽ നടത്തുമ്പോൾ ആ മയ്യത്തിനെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ. അർജുനു വേണ്ടി നമ്മൾ എത്ര പള്ളികളിൽ ദുആ ചെയ്തു, എത്രത്തോളം ആളുകൾ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കണ്ണീരോടെ കാത്തിരുന്നു. ഇന്ന് 280-ലധികം ആൾ, ഇപ്പം 300-സംതിങ് ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയത്ത് ഇങ്ങനെ വിഭാഗീയത നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഈ ഒരു ശാസ്ത്ര സംഘത്തിന് അങ്ങോട്ട് കയറ്റരുത് എന്നൊരു നിയമം വെച്ചിരുന്നു സർക്കാർ. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ വേണ്ട, പഠിച്ചാൽ അതൊക്കെ പുറത്തു പറയുമല്ലോ ഇങ്ങനെ ഉണ്ടായത് എന്നുള്ളത്. ശരിക്കും അവിടെ നടന്ന ഉരുൾപൊട്ടൽ മാത്രമല്ല, പൈപ്പിംഗ് ആണ്. അതായത് ഉരുൾപൊട്ടലിനും അപ്പുറത്തുള്ളൊരു സാധനമാണ് വെള്ളം. ഇങ്ങനെ മരങ്ങൾ വെട്ടിമുറിച്ചു. അതന്നെ മരങ്ങൾ, അവിടെ അധികം പാറമുള്ള സ്ഥലമൊന്നുമല്ല. മരങ്ങൾ വെട്ടിമുറിച്ചപ്പോൾ അതിൻ്റെ വേരുകൾ മാത്രം അവിടെ നിന്നു. അതിങ്ങനെ ദുർബലമായി മഴ പെയ്ത് വെള്ളം ഇറങ്ങി. പിന്നെ ഒരൊറ്റ കുത്തൊഴുക്കാൻ പാറകൾ ഉൾപ്പെടെ ഒരു പോക്കം കണ്ടുപോയി. നമ്മൾ നശിപ്പിച്ച പ്രകൃതിയുടെ ബാക്കിയാണെന്ന് അവിടെ ഉള്ളത്. നമ്മുടെ കൈകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രകൃതിയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തത്. ഒടുവിൽ പ്രകൃതി ഒന്ന് കുടഞ്ഞു. ആ കുടയലിൽ സാധാരണക്കാരും സാധാരണ മനുഷ്യരും നിസ്സഹായരുമായ ആളുകളാണ് ഇല്ലാതായത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവർക്ക് അവർക്ക് വേണ്ടി വീടുണ്ടാക്കാൻ ഒരു 486ഓളം വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാന്തപുര ഉസ്താദ് അടക്കമുള്ള ആളുകളൊക്കെ വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം. പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല, ഇപ്പൊ SDPയുടെ ആളുകളൊക്കെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ നമസ്കരിക്കുന്ന അതിസുന്ദരമായ ഒരു കാഴ്ച കണ്ടിരുന്നു. അതിനെപ്പോലും വിമർശിച്ചിരുന്നു ചില ആളുകൾ. എന്തിന് ഓരോ രക്ഷാപ്രവർത്തകർ നിസ്കരിച്ചോട്ടെ, അതിനെന്തിനാണ് ബാക്കിയുള്ളവർ ഹാലിളകുന്നത്? അപ്പോൾ അവിടെ SKSFന്റെ വിക്കായുണ്ട്, DYFIക്കാരുണ്ട്, വിവിധ ക്ലബ്ബുകളുണ്ട്, അതേപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, വൈറ്റ് ഗാർഡ് ഉണ്ട്, കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്. ഏതൊക്കെ സംവിധാനങ്ങളിലൂടെ ആളുകൾ രക്ഷാപ്രവർത്തനത്തിലുണ്ട് അവരൊക്കെ തന്നിട്ടുണ്ട്. വളരെ സാഹസികമായ കാര്യങ്ങൾ SDPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരെടുത്ത് പറയണം, അവരത്രയും സേവനങ്ങൾ ചെയ്തത് കൊണ്ടാണ്. അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ എന്നിട്ട് അവസാനം ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഞങ്ങൾ മാത്രം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അതൊരു വല്ലാത്തൊരു വേദനയാണ്. കാരണം അവിടെ തകർന്നത് മനുഷ്യരുടെ ജീവനാണ്. അത് ഇന്ന ആളുകൾ വരണ്ട, ഇന്ന ആളുകൾ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ മോഷണം. എന്ത് ക്രിമിനലുകളാണോ അവരൊക്കെ?
അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ദുരനുഭവം ഇനി ആലോചിച്ച് നോക്കൂ. ഇത്രയും ദുരന്തങ്ങൾക്കിടയിൽ നിന്ന് മോഷ്ടിക്കുന്നവൻ്റെ ഒരു മനസ്സ്, അവനൊരു മലയാളിയാണല്ലോ, ബാക്കിയുള്ള രക്ഷാപ്രവർത്തകരെ കൂടി പറയിപ്പിക്കുക. ഇതിന് മുൻപ് ഒരു മോഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തകർക്ക് മുഴുവൻ ചീത്തപ്പേരാകുമോ എന്നുള്ളത്. ഇപ്പൊ ഓരോരോ സംഭവങ്ങൾ കൂടി വരികയാണ്. ആ ഭാഗത്ത് നിരവധി മോഷണം, പരാതിപ്പെടാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് FIR എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പോലീസ് പറയണത്. പരാതിപ്പെടേണ്ട ആളുകൾ മരിച്ചുപോയി. ഇതുപോലെയുള്ള ദുരന്തത്തിൽ പരമാവധി നമുക്ക് ചെയ്യാനുള്ളത് കാഴ്ച കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാതിരിക്കുക. സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോ കുടുംബങ്ങളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട്, ദത്തെടുക്കുക എന്നല്ല, ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു സ്പെസിഫിക് കുടുംബത്തിനെങ്കിലും നമ്മൾ സഹായിക്കാം. ഏതായാലും ആ ദുരന്തം നമുക്ക് നൽകുന്ന ഒരു പാഠം വളരെ വലുതാണ്. പ്രകൃതിയോട് നമ്മൾ കളിക്കരുത്, ഭൂമിയെ നമ്മൾ തകർക്കരുത്, മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, ആ മണ്ണിനോട് നമ്മൾ കളിക്കാൻ പാടില്ല. അതൊടുവിൽ നമുക്ക് തന്നെ വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കും. ഈ ഒരു ദുരന്തത്തിൽ എനിക്ക് ഏറ്റവും വേദന തോന്നിയൊന്ന്, ഈ ദുരന്തം നടന്നപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്, നീതു എന്ന് പേരുള്ള പെൺകുട്ടി. ആ നീതുവിനെ കാണാതെ അതിന്റെ വീട്ടുകാർ വളരെ വലിയ വിഷമത്തിലായിരുന്നു. ഉരുള് പൊട്ടിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ സാനോ സാർ, ഞാൻ പിടിച്ചിട്ടുണ്ട്, ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്, ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. ശരി 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 ശരി. ഹലോ മോളെ, നിങ്ങള് സ്ഥിതി എന്താ? എവിടെയുള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല പിന്നെ ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. മോളെ സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഇപ്പം നിങ്ങളെല്ലാരും എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പറ്റാതെ വെള്ളമായിരുന്നു. അല്ല മോളെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരുമിച്ച് ഒരു സ്ഥലത്താണോ ഉള്ളത്? അതെ അതെ അതെ. എവിടെ, സ്കൂളിൽ എങ്ങനെയാണോ? സ്കൂളില് ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ വീട്ടിലാണ്. ആ നീതുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പൊള്ളൽ. ഇന്ന് ആ നീതു ഇല്ല, അതിന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. പ്രതീക്ഷയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടായിരുന്നു എവിടെയോ അവൾ ഉണ്ടാകുമെന്ന്. 5 നാളിലെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെയാണ് ആ നീതുവിൻ്റെ ഛേദനറ്റ ശരീരം ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ജോജോ ജോസഫ് അത് കണ്ടു നിൽക്കാൻ പോലും കഴിയാതെ പൊട്ടിത്തകർന്നു പോയി. ഒരു 5 വയസ്സുകാരനെ ചേർത്ത് പിടിച്ച് കരയാൻ പോലും ആകാതെ ജോജോ നിന്നുപോയി. ചുരൽമല ഹൈസ്കൂളിന് തൊട്ടടുത്തായിരുന്നു ജോജോയുടെ വീട്. തൊട്ടടുത്ത് 2-3 വീടുകൾ ഒലിച്ചു പോയതോടെയാണ് ആ വീടുകളിലെ 10-ലേറെ പേർ ജോജോയുടെ വീട്ടിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി വന്നത്. പുലർച്ചെ 4 മണിയാണ് അപ്പം സമയം. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. പെരുവെള്ളത്തിൽ സോഫയും കട്ടിലുമൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങിയതോടെ അച്ഛൻ ജോസഫിനെ സോഫയിലിരുത്തി. വീണ്ടും ചെളിവെള്ളം ഇരച്ചെത്തിയതോടെ അമ്മ ഓമന അടിതെറ്റി വീണു. മുൻവാതിലിലൂടെ അമ്മ ഒഴുകാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയോ ജോജ് അവരകത്തേക്ക് വലിച്ചു കയറ്റി. ഈ സമയം മകൻ നിലയില്ലാ ചെളിവെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങിയിരുന്നു. ഹാളിലെ വലിയ കർട്ടൻ വലിച്ചു കീറി അവനെ സുരക്ഷിതനാക്കി അതിനകത്തിരുത്തി. അച്ഛനെയും അമ്മയെയും 2 കൈകളിലും താങ്ങി എങ്ങനെയൊക്കെയോ പുറത്തു കടന്ന് തൊട്ടടുത്ത വീടിൻ്റെ ടെറസിലെത്തിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നീതു. ആ നീതുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ തിരിച്ച് വീട്ടിലേക്ക് കുതിച്ചെങ്കിലും അവളെയും അയൽ വീട്ടുകാരെയും കൊണ്ട് മലവെള്ളം അപ്പോഴേക്കും ഒഴുകിപ്പോയിരുന്നു. പിറ്റേന്ന് 3 അയൽവാസികളുടെ മൃതദേഹം കണ്ടെടുത്തു. 5 ദിവസമായി നീതുവിനായുള്ള തിരച്ചിലായിരുന്നു. വലം കൈയിലെ വലിയ വളയും വിവാഹമോതിരവുമായിരുന്നു അടയാളം. ഇന്നലെ ഉച്ചയോടെ ബന്ധുവായ സ്ത്രീയാണ് ഈ ഒരു വളയും മോതിരവും തിരിച്ചറിഞ്ഞത്. നീതുവാണെന്ന് ഉറപ്പിച്ചത്. മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരിയായിരുന്നു നീതു. ഇന്നും ആ ഒരു യുവതിയുടെ ശബ്ദം കാതിൽ കിടന്ന് മുഴങ്ങുകയാണ്. ഉരുൾപൊട്ടലുണ്ടായി രക്ഷിക്കാൻ വേണ്ടി കരയുന്നൊരു ശബ്ദം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.